അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. അങ്ങനെ ഇശാ നിസ്കാരം കഴിഞ്ഞ് മഗ്‌രിബ് ഇശാ നിസ്കാരം കഴിഞ്ഞ് പഞ്ചേക്കൊരു ചായ കുടിച്ച്, പിന്നെ അധികമൊന്നും കഴിച്ചൊന്നുമില്ല, ചായ കുടിച്ച്. ഇനിയിപ്പം നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ആഗ്രഹിക്ക് എത്തുള്ളൂ. പിന്നെ തമിഴ്നാട് എക്സ്പ്രസ് അതിനകത്താണ് പോകുന്നത്. പിന്നെ അടുത്ത് നമ്മുടെ പോക്ക് ആഗ്രയിലേക്കാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ റെഡിയായി നിൽക്കുകയാണ്. ആഗ്രയ്ക്ക് പോകാനുള്ള വണ്ടിയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 9:30ക്കാണ് വണ്ടി എത്തുള്ളൂ, 10 മണിക്ക് കൊണ്ടെടുക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് പിന്നെ കാണാം. യാത്രകൾ വളരെ ശ്രദ്ധിക്കേണ്ട യാത്രയാണ്. ഒന്നാമത് കളവുകൾ, ഇതിനെല്ലാം പുറത്തുനിന്ന് കൈയിട്ടെടുക്കാൻ കഴിയുന്ന സെറ്റ് സാധനം വെക്കാൻ പാടില്ല, ഈ പേപ്പറൊന്നും വെക്കാൻ പാടില്ല. പരമാവധി ലഗേജ് വെച്ച് സാധനമാക്കി വെച്ചാൽ തന്നെ ശ്രദ്ധിക്കണം, ലോക്കിൽ കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യണം, ഒളിപ്പിച്ച് വെക്കണം ഇത് പൈസകളും മൊബൈലും കാര്യങ്ങളും. ഈ ഹാൻഡ് ബാഗ് വെക്കുകയാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ വെക്കണം. പെണ്ണുങ്ങൾക്ക് ബാഗിൻ്റെ സ്വഭാവം അത് ഒന്നിനാണ് എത്തുമ്പോൾ അറിയില്ല. അനുഭവമാണ്. സ്വർണ്ണം കട്ട് പിടിച്ചൊക്കെ ഇന്ത്യ കൂടെ വന്നൊരു അനുഭവമാണ്. ഒരുപാട് ഇപ്പോൾ കഴിഞ്ഞ യാത്ര തിരിച്ചു വരുന്ന സമയത്ത് താത്താൻ്റെ മൊബൈലും പൈസ അടക്കമുള്ള ബാഗിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കും. ഈ ബാഗ് ഹാൻഡ് ബാഗ് എപ്പോഴും ഇങ്ങനെ ആയിട്ടുണ്ടാവില്ല. ഇവിടെ നോക്കുമ്പോൾ തലക്ക് വെക്കുകയാണെങ്കിൽ പോലും കൗത്തിൽ വലിച്ചോടാൻ പറ്റുന്നതുപോലെ ഇത് കൗത്തിലുണ്ട് ഹാൻഡ് ബാഗ് എടുത്ത് സാധനം വെച്ചിട്ട്. അപ്പോൾ കളവ് പോകാൻ സാധ്യത നല്ലോണം ശ്രദ്ധിക്കണം. അതുപോലെ ട്രെയിൻ നിർത്തിക്കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുന്ന സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. അവർ ആവശ്യത്തിന് പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം വെള്ളം, ചോറ് എല്ലാം ഉള്ളിൽ വരും. പിന്നെ പുറത്തേക്ക് ഇറങ്ങി പെട്ടെന്ന് വണ്ടി പോയി കഴിഞ്ഞാൽ ചാടി കയറി വീട്. ആഗ്രയിലുള്ള ട്രെയിൻ ഈ കാണുന്നതാണ് ട്രെയിൻ. അപ്പോൾ ആ വണ്ടിയിലാണ് നമ്മൾ മാഷാ അല്ലാഹ് ആഗ്രയിലേക്ക് പോണത്. അപ്പോൾ ഇന്ന് ഇപ്പോൾ കയറിയാൽ ഇപ്പോൾ സമയം 10 മണിക്ക് വണ്ടി എടുക്കും. 10 മണിക്ക് എടുത്താൽ ആഗ്രയിൽ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ സുബഹിക്ക് പുലർച്ചെ 2:30 മണിക്കാണ് ആഗ്രയിലെത്തുന്നത്. ശബ്ദം കാരണം കേൾക്കാൻ പറ്റില്ല, നമ്മുടെ വണ്ടിയുടെ എണ്ണയുടെ സൗണ്ട് ഭയങ്കര. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കി അതിൻ്റെ വിശേഷം പിന്നെ പറയാം. എസ്റ്റോയിൽ 52 ഞാൻ എസ്റ്റോയിൽ 52 എസ്റ്റോ 52. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ബിസ്മില്ലാഹി വലൈന 52 ഞാനിവിടെ മാഷാ അല്ലാഹ് 52. അപ്പോൾ താഴത്താണ് എൻ്റെ ഫോട്ടോ. എല്ലാവർക്കും ഇങ്ങോട്ടൊരു ഉപദേശം തരാനുണ്ട്. എന്താണെന്നറിയോ, നമ്മൾ ഒരു സ്ഥലത്തിലെ ഒരു യാത്രക്ക് ഉദ്ദേശിക്കുമ്പോൾ ഒരുപാട് ലഗേജായിട്ട് പോകരുത്. ഇപ്പം ഞാൻ ഇറങ്ങിയിട്ട് ഇഷ്ടം പോലെ ഡ്രസ്സും സംഭവം 14 ദിവസം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കണ്ണിൽ കണ്ട ഡ്രസ്സൊക്കെ വലിച്ചു വാരി എടുത്തിട്ടാണ് പോന്നേക്കണം. ഈ ബാഗ് തന്നെ ഒരു 10-50 കിലോ ഉണ്ട് തോന്നുന്നുണ്ട്. ഇതൊന്ന് തോളത്തിട്ടിട്ട് താങ്ങി ഓരോ സ്റ്റേഷന്. കാരണം നമ്മളിപ്പോൾ ഗ്രൂപ്പിലൊക്കെ പോകുമ്പോൾ അവരെ പരമാവധി പൈസ ചുരുക്കിയിട്ടുള്ള പരിപാടിയെ നോക്കുള്ളൂ. നമ്മളിപ്പോൾ ഞാനിപ്പോൾ പോയ പാക്കേജ് എന്ന് പറഞ്ഞാൽ കാശ്മീർ, അജ്മീർ, അതുപോലെ പല എൻ്റെ ഡീറ്റെയിൽ ഞാൻ പിന്നെ അയക്കാം, വീഡിയോയിൽ അയച്ചിടും. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിൽ പോകുമ്പോൾ 13,500 എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എല്ലാവരും പലരും പറഞ്ഞത് നിസ്സാരം എത്ര വില കുറവുണ്ടാന്നൊക്കെ വിചാരിക്കും. അപ്പോൾ റൂം എടുക്കണില്ല ഒന്നാമത്തത്. കാരണം ട്രെയിനുകളൊക്കെ യാത്രക്കുള്ള സമയങ്ങളൊക്കെ രാത്രിയാണ്, 10:30 മണി. അപ്പോൾ എന്താ 12:45 യാത്രകൾ മുഴുവനും ട്രെയിനിലായതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ട് ട്രെയിനിലാണ് ഉറങ്ങുന്നത്. പിന്നെ റൂം എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിസ്സാര സ്ഥലങ്ങളിൽ മാത്രമാണ് റൂം എടുക്കേണ്ടി വരുന്നുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ ചെന്നൈയിലെത്തിയിട്ട് ചെന്നൈയിൽ നിന്ന് നമ്മളിവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുളിച്ച് ഡ്രസ്സ് മാറ്റിയിട്ടൊക്കെയാണ് ഇപ്പോൾ ആഗ്രയിലേക്ക് പോകാനുള്ള വണ്ടി ചെന്നൈയിൽ നിന്ന് കയറും. അതിപ്പോൾ കയറുന്നത് ഇപ്പോൾ 10 മണിക്ക് വണ്ടി എടുത്തു കഴിഞ്ഞാൽ നാളെ ഫുള്ളും മറ്റന്നാൾ വെളുപ്പിനാണ് എന്ത് ചെയ്യുള്ളൂ എത്തുള്ളൂ, എവിടെ ആഗ്രയിലെത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ വെറുതെയാണ്. മൂടങ്ങോട്ട് പോകും. യാത്രയുടെ തുടക്കത്തിലുണ്ടാകുന്ന ആവേശം ഒറ്റ ദിവസം കൊണ്ട് ആ ലഗേജ് ചുമക്കലോടും കൂടെ. കാരണം ഈ പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ മാറിക്കയറി കുറേ സ്റ്റെപ്പ് കയറി അപ്പുറത്തേക്ക് പോകണം. ചിലപ്പോൾ ഈ ചെന്നൈയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ തമിഴ്നാട്, കോയമ്പത്തൂർ ആ ഭാഗത്തൊക്കെ നമ്മൾ നോക്കുമ്പോൾ എന്താ അണ്ടർഗ്രൗണ്ട് തന്നെ കുറേ ഈ താഴം പിടിച്ച് നടക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സംഗതികളൊക്കെ നടക്കാനൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇത്ര കിലോ താങ്ങി പിടിച്ച് നടക്കുമ്പോൾ ഭയങ്കര ഇടങ്ങേറാണ്.
അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. യാത്രക്കാർക്കുള്ളൊരു ഉപദേശമാണ്. ഒരുപാട് സാധനങ്ങളായിട്ട് നിങ്ങൾ യാത്ര ചെയ്യരുത്. 1-2 ഡ്രസ്സ് മതി, അത് മതി. പിന്നെ അക്കൗണ്ടിൽ കാശ് തരുക, പിന്നെ അല്ലറ ചില്ലറ കുറച്ച് കാശുകൾ മാത്രം കയ്യിലും കരുതുക. ഇതൊക്കെയാണ് യാത്രയിൽ വേണ്ടത്. കാരണം നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് അതിൻ്റെ അനുഭവങ്ങൾ മനസ്സിലാവുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ കിടക്കുകയാണ് സ്ലീപ്പറിൽ. അടുത്ത ഡീറ്റെയിൽ അടുത്ത നേരം വെളുത്തിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ഡീറ്റെയിൽ വരും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.